പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ. അസഹനീയമായ വേദനകൾക്കിടയിലും അചഞ്ചലമായ വീണ്ടെടുക്കൽ ഉൾക്കൊള്ളുന്ന ധീരനായ രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ. വെറും 24-ാം വയസ്സിൽ നിറതോക്കിനു മുന്നിലേക്ക് എടുത്തു ചാടിയ അദ്ദേഹം ധൈര്യത്തോടെ പോലീസ് വെടിവെപ്പിനെ നേരിട്ടു. ശരീരം ദുർബലമായി കിടക്കുമ്പോഴും 30 വർഷത്തോളം മുഷ്ടി ചുരുട്ടിയത് ഒരു ശക്തമായ പ്രതീകമായി തുടർന്നു. കേരള രാഷ്ട്രീയത്തിലെ രക്തം പുരണ്ട ഒരു ചരിത്രത്തിൻ്റെ അവസാനമാണ് സംഭവിച്ചത്. ശരീരം വേദന കൊണ്ട് പുളയുമ്പോൾ ചൊക്ലി മേനപ്പുറത്തെ വീട്ടിലേക്ക് അന്വേഷിച്ചു വരുന്ന ഏതെങ്കിലും ഒരു പ്രിയ സഖാവിൻ്റെ സന്ദർശനം മാത്രം മതിയായിരുന്നു പുഷ്പന് ആശ്വാസം നൽകാൻ. തൻ്റെ സഹനത്തിൻ്റെ കരുത്ത് പാർട്ടിയിൽ അവകാശമാകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അടിമുടി പാർട്ടിയായി പുഷ്പൻ ഒറ്റക്കിടപ്പിൽ ജീവിച്ചു. പുഷ്പൻ്റെ കഥ ശ്രദ്ധേയമായ വിശ്വസ്തയുടെയും പുനരുജ്ജീവനത്തിൻ്റെയും ഒന്നാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുക, MVRനെ ധീരനായ വിപ്ലവകാരിയായി ആഘോഷിക്കുക തുടങ്ങിയ വിവാദ തീരുമാനങ്ങൾ എടുത്തപ്പോഴും അദ്ദേഹം പാർട്ടിയോട് പ്രതിബദ്ധത പുലർത്തി. വെറും 24-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ പാർട്ടിയുടെ പങ്കിൽ നിന്നാണ് ഈ അചഞ്ചലമായ അർപ്പണബോധം ഉടലെടുക്കുന്നത്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമില്ല, ഞാൻ ഒറ്റപ്പെട്ടുവെന്ന തോന്നലുമില്ല. കാരണം പ്രസ്ഥാനത്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവൻ നൽകിയത്. ഞാൻ കിടപ്പിലായ അന്നു മുതൽ പരിചരിക്കാനും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാനും പാർട്ടി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ വേറൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം ഉണ്ടായിരുന്നതെങ്കിൽ 1 മാസം പോലും തികച്ച് ജീവിക്കില്ലായിരുന്നു ഞാനെന്ന് പുഷ്പൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ നവംബർ 25-ന് ഈ മുദ്രാവാക്യമോ ഇതിൻ്റെ വകഭേദങ്ങളോ കേൾക്കാത്ത ഒരു സൂര്യോദയം ഓർത്തെടുക്കാൻ മലയാളിക്ക് ബുദ്ധിമുട്ടാണ്. ഉറക്കത്തിൽ പോലും ചോരയിൽ കുളിച്ച ആ 5 മനുഷ്യരൂപങ്ങൾ എന്നും ഉണ്ടായിരുന്നുവെന്ന് പുഷ്പൻ തന്നെ കാണാൻ എത്തുന്നവരോടൊക്കെ പറയാറുണ്ട്. അവരുടെ അടുത്തേക്ക് പുഷ്പനും മടങ്ങുകയാണ്. 1994 നവംബർ 25 ഒരു നിർണായക നിമിഷമായിരുന്നു. മന്ത്രി MV രാഘവനെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച 5 യുവാക്കളെ പോലീസ് വെടിവെച്ചു കൊന്നു. അന്ന് സഖാവ് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി. കുത്തുപറമ്പ് ദുരന്തം കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ ചുവന്ന അധ്യായം എഴുതിയത് അന്നാണ്. കുത്തുപറമ്പ് വെടിവെപ്പ് കേരള ചരിത്രത്തിലെ നിർണായക നിമിഷമായിരുന്നു. 1994 നവംബർ 25-ന് മന്ത്രി MV രാഘവൻ്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ, പ്രത്യേകിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ സർക്കാർ ക്വാട്ട സീറ്റുകൾ അനുവദിച്ചതിനെതിരെ DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. ജനക്കൂട്ടത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സഹകരണ അർബൻ ബാങ്കിൻ്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ രാഘവൻ എത്തിയതിൽ പ്രതിഷേധിച്ച് 2000-ഓളം DYFI പ്രവർത്തകർ ഒത്തുകൂടിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. രാവിലെ 11:55-ന് പോലീസ് സംരക്ഷണയോടെ മന്ത്രി എത്തിയപ്പോൾ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. KK രാജീവൻ, മധു, ഷിബുലാൽ, ബാബു, റോഷൻ എന്നീ 5 DYFI പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. പോലീസ് വലയത്തിലൂടെ പുറത്തേക്കിറങ്ങിയ മന്ത്രിയുടെ വാഹനം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറിയതോടെ പോലീസ് കണ്ണീർവാതം പ്രയോഗിക്കുകയും പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. മന്ത്രിയെയും പൊതുമുതൽ സംരക്ഷിക്കാനുമാണ് വെടിയുതിർത്തതെന്ന് പോലീസ് അവകാശപ്പെട്ടെങ്കിലും പ്രകോപനമില്ലാതെയും അനാവശ്യമായ വെടിവെപ്പാണെന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചു. കേരളത്തിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന രാഘവന്റെ വീടിനടക്കം തീയിട്ടു. 1997-ൽ ഇടത് സർക്കാർ നിയമിച്ച പത്മനാഭൻ കമ്മീഷൻ MV രാഘവനെയും ഡെപ്യൂട്ടി കളക്ടർ TT ആന്റണി, DYSP അബ്ദുൾ ഹക്കീം ബത്തേരി, SP രേവത ചന്ദ്രശേഖർ എന്നിവരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തു. 1997-ൽ രാഘവൻ അറസ്റ്റിലാവുകയും ചെയ്തു. പിന്നീട് സുപ്രീം കോടതി വരെ എത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും വിട്ടയച്ചു. കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച പുഷ്പന് പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 8ാം ക്ലാസ് മാത്രമാണ് പൂർത്തിയാക്കിയത്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ സജീവമായി ഏർപ്പെട്ടിരുന്നെങ്കിലും കുടുംബത്തെ പിന്തുണയ്ക്കുന്നതിനായി ബംഗളൂരുവിൽ നാട്ടുകാരൻ്റെ പലചരക്ക് കടയിൽ ജോലി ചെയ്തിരുന്നു. അവധിക്ക് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പടുകുഴിയിലാണ് പുഷ്പൻ ഈ സംഘടനയെ കണ്ടെത്തിയത്. നവംബർ 24-ന് മേനപ്പുറത്തെ സഖാക്കള് അദ്ദേഹത്തോട് അറിയിച്ചു, നാളെ മന്ത്രി MV രാഘവൻ കുത്തുപറമ്പ് ടൗൺ ഹാളിൽ വരുന്നുണ്ട്. പുഷ്പൻ മറിച്ചൊന്നും ചിന്തിക്കാതെ സമരമുഖത്തേക്ക് പോയി. അമ്മ ലക്ഷ്മി ഉണ്ടാക്കിയ കപ്പയും കഴിച്ച് സമരത്തിന് പോയ പുഷ്പൻ
പിന്നീട് 1 വർഷത്തിനു ശേഷം സ്ട്രെച്ചറിലാണ് മടങ്ങിയെത്തിയത്. കഴുത്തിനു പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷുമ്നാ നാഡിക്ക് പ്രഹരമേൽപ്പിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ വാഹനവും ഉണ്ടായിരുന്നില്ല. അവസാനം ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനിയുടെ വണ്ടിയിലാണ് പുഷ്പനെ ആശുപത്രിയിലെത്തിച്ചത്. രക്തക്കറ പുരണ്ട ഷർട്ട് കൂടെയുള്ളവർ ഉയർത്തി കാട്ടിയതുകൊണ്ടാണ് ആശുപത്രിയിലേക്കെന്ന വാഹനത്തിന് വഴിയൊരുക്കി കിട്ടിയത്. പ്രതീകാത്മക ചുവന്ന പതാകയിൽ പൊതിഞ്ഞ കോടിയേരിയുടെ ഭൗതിക ദേഹത്തിനരികെ പ്രവർത്തകർ എടുത്തുകൊണ്ടുവന്ന് പുഷ്പനെ കാണിച്ചിരുന്നു. ജനങ്ങൾക്കിടയിലേക്ക് പുഷ്പൻ എത്തിയ അവസാന നിമിഷമായിരുന്നു അത്. തനിക്ക് താങ്ങായും കരുത്തായും എന്നുമുണ്ടായിരുന്ന പ്രിയ സഖാവിനെ പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് വൈകാരിക മുഹൂർത്തമായിരുന്നു. പുഷ്പൻ ഓർമ്മയാകുന്നു, ഒരിക്കലും വാടാത്ത ചെമ്പനീർ പൂവായി.